മരിച്ചവരെ ജീവിപ്പിച്ച ഒരു മഹാത്മാവായിരുന്നു ക്രിസ്തു. അദ്ദേഹം ലാസറിനെ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ പിറകിലും വലിയൊരു തത്വമുണ്ട് എന്ന് പറയാം. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട് ലാസറിനോട് വരാൻ, പുറത്തേക്ക് വരാൻ. കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു ഈ ക്രിസ്തുവിന് വട്ടാണെന്നാ തോന്നുന്നത്. കാരണം മരിച്ച് 3 ദിവസം കഴിഞ്ഞു, നാറുകയാണെന്ന് പറയാം. ഈ നാറുന്ന അതിനകത്ത് നിന്ന് ഇയാളോട് പുറത്തേക്ക് വരാൻ പറഞ്ഞാൽ എങ്ങനെ വരാൻ പറ്റും? ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മരിച്ചവരാണ്. 3 ഗുഹ എന്ന് പറഞ്ഞാൽ 3 അജ്ഞാനാവൃതമായിട്ടുള്ള ശരീരങ്ങളാണ്. അതിൽ ദുഷിച്ച് നാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കേണ്ടത്. ഈ പുറത്തേക്ക് വിളിക്കുന്നവനാണ് ഗുരു. ക്രിസ്തു ചെയ്തത് അതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അങ്ങനെ പല സംഗതികളും, അതൊക്കെ തന്നെ നിന്നെ അറിയാനും അതിലൂടെ സഹജനെ അറിയാനും ഒക്കെയാണ്. ലാസറേ, പുറത്തു വരിക. മരിച്ച് 4 നാളായി നാറ്റം വെച്ച് പഴുത്തു പുഴുത്തു പുഴുവരിച്ച ലാസറിനെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഒരു വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നിന്റെ അവസ്ഥ ഏതായാലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു.